ഒരു പിടുത്തത്തിൽ കിട്ടാത്ത മക്കളാവും. ഏത് നേരത്തെ പറഞ്ഞ, നേരെ മറിച്ചിട്ട് നടുവിൽ പറഞ്ഞ പെർമിസീവ് അല്ലാത്ത, ഓട്ടോക്രാറ്റിക് അല്ലാത്ത ഡെമോക്രാറ്റിക് ഫാദർ. ഉദാഹരണത്തിന് നമ്മളൊരു ഹസ്ബൻഡ് ആണെന്ന് വെക്കുക, ഭാര്യ പറയാണ് നമ്മളോട് ഇന്ന് എന്ത് പറഞ്ഞാലും വേണ്ടില്ല ഞാൻ ഇന്ന് പോകും. അപ്പോ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഭർത്താവാണെങ്കിൽ എന്താ പറയുക, ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്റെ അന്ത്യമായ പോക്കായിരിക്കും, അവസാനത്തെ പോക്ക് എന്ന് പറയും. പെർമിസീവ് ആണെങ്കിൽ എന്ത് ചെയ്യും, ആയിക്കോട്ടെ പോയിക്കോ, പ്രശ്നമില്ല, അത് സാരല്ലേ ജി പോയിക്കോ, കുട്ടികൾക്ക് സ്കൂൾ പോകണ്ട, അത് സാരല്ലേ ജി പോയിക്കോ, ഇങ്ങനെ പെർമിഷൻ കൊടുക്കുന്ന ഭർത്താവ്. നേരെ മറിച്ചിട്ട് ഡെമോക്രാറ്റിക് ആരായിരിക്കണം, ഹസ്ബൻഡ് ആയിരിക്കണം. അതെന്താണെന്നറിയോ, അവൾ പറയുകയാണെങ്കിൽ ഇന്ന് നീ പോയിക്കോ, പക്ഷേ എനിക്കത്ര താല്പര്യമില്ല എന്ന് പോകുന്നത്, ഞാൻ പോകാൻ പെർമിഷൻ തന്നിട്ടുണ്ട്, നീ പോവാണെങ്കിൽ പോയിക്കോ, പ്രശ്നമില്ല, പക്ഷെ ഇന്ന് നീ പോകുന്നതിൽ എനിക്ക് വലിയ ഇഷ്ടമില്ല. അതോടുകൂടി ആ ഭാര്യ എന്തായി, ഡിലേമേലായി. ഇങ്ങനെയാണ് മക്കളോട് നിൽക്കേണ്ടത്. മക്കളും അങ്ങനെ തന്നെയാണ് തിരിച്ചു നിൽക്കേണ്ടതും. ചിലപ്പോൾ മാതാപിതാക്കളൊക്കെ ഒന്ന് ക്രൂശ്യമായി എന്ന് വരും, കുറച്ചൊക്കെ നമ്മളോട് വലിയ പ്രയാസങ്ങൾ പിന്നെ ഇതാക്കി എന്ന് വരും. ഞാൻ പറയുന്നത്, ഈ ഒരവസ്ഥയിൽ ഉള്ള രക്ഷിതാക്കൾ നമ്മളായാൽ മാത്രമാണ്. സ്നേഹം കൊടുത്ത് വഷളാക്കാതെ, സ്നേഹം കൊടുത്ത് ലാളിത്യം കൊടുത്ത് എല്ലാം കൊടുത്തിട്ട് നല്ല മക്കളാക്കുമ്പോ ഈ മക്കൾ ഒരിക്കൽ തിരിച്ചു വരും. ഈ എക്സ്പീരിയൻസ് കഴിഞ്ഞ് അവരെത്തുകയാണ്. നമ്മൾ ഇന്ന് സമയമില്ലാത്തത് കൊണ്ട് വളരെ ചുരുക്കി പറയാം, നമ്മൾ ഇന്ന് ഇവിടെ വലിയ ആഘോഷത്തോടു കൂടി നമ്മുടെ മനസ്സിലുണ്ടാകും, ഞാനും സ്ഥാപനങ്ങൾ നടത്തുന്ന ആളൊക്കെ തന്നെയാണ്, അപ്പൊ നമ്മുടെ മനസ്സിൽ ബ്രിഡ്കോയുടെ ഒരു പരിപാടി, അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. ഇത് മലയാളികളുടെ മാത്രം ഒരു ചിന്തയാണ്, മലയാളിയുടെ ചിന്തയാണ്. അവന്റെ ഇപ്പൊ എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോ ഈ ദേഷ്യം വരുന്നവൻ മലയാളിയാണ്. എന്നും കാർ ഉപയോഗിക്കുന്ന ഒരാൾ ഒരു ദിവസം നടന്നു വരുന്നെങ്കിൽ ഇന്ന് എവിടെ കാർ എവിടെ പോയി എന്ന ചോദ്യത്തിന്റെ ഉള്ളിൽ അവനോടുള്ളൊരു ദേഷ്യം കൂടി ഉണ്ട്, എന്റെ കാറൊക്കെ പോയില്ലേ എന്നൊരു ചിന്തയാണ്. ഇത് ശരിയല്ല. ഒരു മനുഷ്യൻ വലുതാകുമ്പോ അവരുടെ കൂടെ നിൽക്കാൻ നമുക്ക് പറ്റണം, സ്നേഹത്തോടു കൂടി. നമ്മുടെ മലബാറിൽ നിന്ന് ലോകത്തിനെ മുഴുവൻ ഇങ്ങനൊരു പടുലവൃക്ഷം പോലെ ഒരു സമൂഹം വലുതാകുമ്പോ വീണ്ടും ആ മക്കളെ വളർത്തെടുക്കാൻ നമുക്ക് പറ്റണം. അതുകൊണ്ട് ബ്രിഡ്കോ കൊടുക്കുന്നത് എന്റെ അറിവ് പ്രകാരം കോഴ്സല്ല, ഞാൻ ഇതിനെക്കുറിച്ച് നന്നായി അന്വേഷിച്ചു പഠിച്ചു. കോഴ്സല്ല ബ്രിഡ്കോ കൊടുക്കുന്നത് എക്സ്പീരിയൻസ് ആണ്. ആർക്കും കിട്ടാത്തൊരു എക്സ്പീരിയൻസ്. IIT-യിൽ പഠിച്ചാൽ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങും, IIM-ൽ പഠിച്ചാൽ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങും. പക്ഷെ അതിനുശേഷം ഒരു കൊല്ലം എവിടെയോ നമ്മളെ കൊണ്ടുപോയിടാണ്, ആലും ദാലും കഴിച്ച്. ചിലപ്പോഴൊക്കെ മക്കള് സങ്കടത്തോടു കൂടി വിളിക്കും. പക്ഷേ പേൾ എന്ന് പറഞ്ഞ രത്നം അതുണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു ചിപ്പി മെല്ലെ ഇങ്ങനെ വലുതായി കടലിന്റെ പുറത്തേക്ക് വരും. ആ ചിപ്പി ഇങ്ങനെ വായ തുറക്കും. കടലിന്റെ ആഴിയിൽ നിന്ന് വന്ന ചിപ്പിയിലേക്ക് മഴ പെയ്യും, അല്ലെങ്കിൽ ഒരു മഞ്ഞുകണം പോലെ എന്തോ ആകാശത്തുനിന്ന് പെയ്യും. അത് കേവലം ഒരു വിലയുമില്ലാത്തൊരു മഞ്ഞുകണമാണ്. അത് ഉറ്റി വീഴുന്നത് കൃത്യമായി ഉറ്റണം. കൃത്യമായി ഉറ്റുന്നതോടെ ആ ചിപ്പി അടയും. ആ ചിപ്പി പിന്നീട് അടിയിലേക്ക് പോകും. അതിനെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കിൻ. പിന്നെ നോവുകളാണ്, അത് പിന്നീട് ഇറച്ചി പോലെയാകും. പെയിനാണ്, എങ്ങേയറ്റത്തെ പെയിൻ, 1000 വർഷമെടുക്കുന്ന കഠിനമായ പെയിൻ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ ചിപ്പി തുറക്കും. ആ ചിപ്പിയിൽ നിന്ന് ഒരു മുത്ത് പുറത്തു വരും. അതിനാണ് വില. ഇന്നാള് നിങ്ങൾ കണ്ടു, ഒരു മുത്തിന് 117 കോടി. നമ്മളെല്ലാവരും പത്രത്തിൽ വായിച്ചതാണ്. ഒരേ ഒരു മുത്തിന് 117 കോടി രൂപക്കാണ് ലേലം വിറ്റുപോയത്. ഈ 117 കോടി വിലയുള്ള ഈ ഒരു മുത്താകണമെങ്കിൽ ആ ഒരു മഴത്തുള്ളി, ആ മഞ്ഞുതുള്ളി കുറെ സഹിക്കേണ്ടതുണ്ട്. സഹിക്കാതെ ആർക്കും ഈ മുത്താകാൻ സാധിക്കുകയില്ല. ആ ഒരു എക്സ്പീരിയൻസ്, ഒരു വർഷത്തിലൂടെ കൊടുക്കുന്ന ആ ഒരു നോവ്, ആ ഒരു പെയിൻ, അതിലൂടെ ആ കുട്ടിക്കുണ്ടാകുന്നത് നിങ്ങൾ അതിൽ കാണുന്ന ആ സ്കിൽസാണ്. അവൻ അറിയാണ്ട് ഓ ലെവലിൽ നിന്ന് കേറി ഒരു നല്ലൊരു ബിസിനസ് നടത്താനുള്ള ഒരു ലെവൽ 8 സ്കില്ലിലേക്ക് കയറുന്നൊരവസ്ഥയിലേക്ക് അവന്റെ ജീവിതത്തെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്റർപ്രണർ എന്ന് പറയുന്ന ഒരു ഭാഗം. എന്റർപ്രണർ എന്ന് പറഞ്ഞ സംരംഭകൻ അഥവാ ഒരു സ്ഥാപനം ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ആളത് തുടങ്ങി അതിനെ വലിയൊരവസ്ഥയിൽ എത്തിക്കുന്ന ഒരാൾക്കാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾക്കാണ് പറയുക എന്റർപ്രണർ. അങ്ങനെ എന്റർപ്രണറാക്കാൻ വേണ്ടിയിട്ട് ത്യാഗത്തോടു കൂടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ഈ ചെറുപ്പക്കാരെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ സ്നേഹം കൊടുത്തേക്കുക ഞങ്ങളുടെ മക്കൾക്ക്. ഓട്ടോക്രാറ്റിക് ആകാതെ, പെർമിസീവ് ആകാതെ, ഡെമോക്രാറ്റിക്കായി സ്നേഹം കൊടുത്തിട്ട് അവരുടെ തിരുനെറ്റിയിൽ മുത്തം വെക്കുമ്പോ രണ്ടത്താണിയിലെ മകനും അതേപോലെ ഇവിടെ അവാർഡ് വാങ്ങിയിട്ടുള്ള ഈ മക്കളും പിന്നീട് നമ്മുടെ അടുക്കലേക്ക് തന്നെ വന്നിട്ട് തന്റെ അമ്മയെയും ഉമ്മയെയും പെങ്ങന്മാരെയും ഒക്കെ നെഞ്ചോട് ചേർത്തുകൊണ്ട് കുടുംബത്തിന്റെ അധിപനായി മാറാൻ
അവർക്ക് സാധിക്കും. അങ്ങനെയുള്ള ഒരു ജോലിക്കാരനല്ല, കേവലം ഒരു ജോലിക്കാരനല്ല, ഒരു സംരംഭകനാക്കാൻ. അങ്ങനെയാണ്. എന്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് പറയാം. എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിന്റെ അനിയൻ ഷാഫി എന്നാണ് അവന്റെ പേര്. റൂം ബോയ് ആയിട്ട് കയറിയതായി ഈ ബ്രിഡ്കോയിൽ. ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാണ്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോ ഈ പാവം ജ്യേഷ്ഠൻ വന്നിട്ട് എന്നോട് മശൂറ ചെയ്തു എന്ത് ചെയ്യണമെന്ന്. ഇങ്ങനെ ബ്രിഡ്കോയിലേക്കാക്കിയാലോ? കോഴ്സ് ചെയ്യാൻ ആ പാവത്തിന്റെ കയ്യിൽ പൈസയില്ല. 1000 രൂപ പോലും ഫീസ് കൊടുക്കാനില്ലാത്ത ഈ പാവപ്പെട്ട സഹോദരൻ അന്ന് ചോദിച്ചപ്പോ റൂം ബോയ് ആയി, ചായ കൊണ്ട് കൊടുക്കുന്നവനായിട്ട് കയറിയവൻ ബ്രിഡ്കോയിൽ. ഇന്ന് 3 വർഷങ്ങൾക്ക് ശേഷം അതേ ബ്രിഡ്കോ അവന് 35,000 രൂപ സാലറി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും പൂർണ്ണമായ സമ്മതത്തോടെ സ്നേഹത്തോടെ ചൈനയിലേക്ക് പോയിരിക്കുകയാണ് അതിന്റെ അപ്പുറത്തുള്ള സാലറി വാങ്ങാൻ. പ്രിയപ്പെട്ട ഷാഫി എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ അനുജൻ. അങ്ങനെ 1000 ഷാഫിമാർ ഇനിയും ഉണ്ടാകട്ടെ. ഈ മലബാറിന്റെ മണ്ണിൽ നിന്നും ലോകത്തിന്റെ ഏത് ഭാഗത്തിലേക്കും എത്താൻ പ്രാപ്തമായ ചൈനയിൽ പോയിട്ട് ചൈനീസ് ഭാഷയിൽ സംസാരിച്ചിട്ട് അവിടെ ബിസിനസ് തുടങ്ങാൻ വെറും ചായ കൊണ്ട് കൊടുക്കുന്ന പാവം ഷാഫിമാർക്ക് സാധിക്കട്ടെ എന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ ഉന്നതിയിലെത്താൻ സ്നേഹം നൽകിയേക്കുക. അവരാണ് എല്ലാം, അവർക്ക് വേണ്ടിയാണ് എല്ലാം നമ്മൾ ഈ ചെയ്യുന്നത്. സ്നേഹം കൊടുക്കുമ്പോ കിനാവ് ഇവിടെ നിന്ന് കൊടുക്കും, അവരെ സ്റ്റെപ്പിലേക്ക് എത്തിക്കാൻ ബ്രിഡ്കോക്ക് സാധിക്കും. അങ്ങനെ സാധ്യമാക്കുന്നവനാണ് എവിടെയുള്ളത് നേരെ അപ്പുറത്തിരിക്കുന്നത്. അള്ളാഹു ഇതെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആര് അവനിലേക്കുണ്ടോ അവൻ എല്ലാവരിലേക്കുമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ചെറിയ ബന്ധം പോലും വിടാതെ നമ്മുടെ മക്കൾ ഏറ്റവും നല്ല രീതിയിൽ മൂല്യവത്തായ രീതിയിലാകണം. ആ മൂല്യം കൂടി നമ്മൾ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ കണ്ടതാണ്. കോച്ചുന്ന തണുപ്പത്ത്, മരം കോച്ചുന്ന ഡിസംബറിന്റെ തണുപ്പത്ത് പോലും ഇവിടെ പള്ളിയിൽ പോകാത്ത നമ്മുടെ മക്കൾ ഡിസംബറിന്റെ മരം കോച്ചുന്ന തണുപ്പത്ത് പോലും ഡൽഹിയിലെ കരോൾ ബാഗിലെ പള്ളിയിലേക്ക് സുബഹിക്ക് നടന്നു പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വലിയ അവസ്ഥയിലേക്ക് എത്താൻ നമ്മുടെ ഈ വിദ്യാർത്ഥികൾക്ക് സാധ്യമാകട്ടെ. അങ്ങനെ നാളെ എന്റെ ഉപ്പയുണ്ട് എന്റെ വീട്ടിൽ, എന്റെ ഉമ്മയുണ്ട് എന്റെ വീട്ടിൽ. പാവം ഉമ്മയുടെ കാച്ചിത്തുണിയിൽ കിടന്ന് വീണ്ടും കഥ കേൾക്കാൻ അവനെത്തും. ഒരു സംരംഭകനായി, ഒരു വലിയ ബിസിനസ്സുകാരനായി എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതിന് ഏറ്റവും വലിയ കാരണമാകട്ടെ ഈ ബ്രിഡ്കോ, അതിന് ഹേതുകമാകട്ടെ ഇന്നത്തെ ഈ 12-12-12 എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താങ്ക് യു സുലൈമാൻ സർ. മൂല്യങ്ങൾ, ആധുനിക വിദ്യാഭ്യാസം, നേരായ ശിക്ഷണം, മോറൽ വാല്യൂസ് എന്നിവയിൽ ഊന്നിക്കൊണ്ടുള്ള ഹൃദയസ്പർശിയായ, ചിലപ്പോൾ കുളിർമഴ പോലെ പെയ്തിറങ്ങുകയും ചിലപ്പോൾ മേഘനാഥം പോലെ ഗർജിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഈ ക്ലാസ് കൈകാര്യം ചെയ്ത സുലൈമാൻ സാറിനെ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ പേരിലും മുഴുവൻ സദസ്യരുടെ പേരിലും നന്ദി അറിയിക്കുന്നു.